ഹലോ മക്കളെ, എന്താണ് വിശേഷം? 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്സിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നുള്ള പാഠഭാഗമാണ്. തൗസൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ആണല്ലേ. അപ്പോൾ ആയിരങ്ങളെ കുറിച്ചിട്ടുള്ള പാഠഭാഗമാണ് ഇത്. ഓക്കെ, 1000 നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്നത്. ഇവിടെ ഫോറസ്റ്റിലെ സ്പോർട്സ് ഫെസ്റ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ഫോറസ്റ്റിലെ സ്പോർട്സ് ഫെസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരുപാട് എനിമൽസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് എനിമൽസൊക്കെ ഈ ഒരു ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് സ്പോർട്സ് ഫെസ്റ്റ്. വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. എവിടെയാണ് നടക്കുന്നത്? പൂമല ഫോറസ്റ്റിലാണ്. പൂമല ഫോറസ്റ്റിലെ സ്പോർട്സ് ഫെസ്റ്റിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾ കണ്ടസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പേഴ്സ്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനോടും എന്താ പറയുന്നത്? ചെസ് നമ്പർ. നമ്മുടെ സ്കൂളിലൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ ചെസ് നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചെസ് നമ്പർ കളക്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയാണ്. ദ 15 athletes സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ 986 പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദ ലോങ് ജമ്പ് ഇവൻറ്റ്. അപ്പോൾ ലോങ് ജമ്പ് ഇവൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ 986 മുതലുള്ള 15 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്പർ വാങ്ങിക്കാൻ വേണ്ടി പറയുകയാണ്. റൈറ്റ് ദ ചെസ് നമ്പേഴ്സ് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഫോർ ദ ലോങ് ജമ്പ് ഇവൻറ്റ്. അപ്പോൾ ഈ ലോങ് ജമ്പ് ഇവൻറ്റിന് പങ്കെടുക്കുന്ന 15 പേരുടെ ചെസ് നമ്പർ നമ്മളൊന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ചെസ് നമ്പർ നമുക്കറിയാം കറക്റ്റ് ഓർഡറിലാണ് വരിക അല്ലേ. ആദ്യത്തെ ചെസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത് 986 ആണ്. അതിനുശേഷം വരുന്നത് ഏതായിരിക്കും? യെസ്, 987. പിന്നെ വരുന്നത് 988. ദെൻ 989, 990 അവിടെ ഉണ്ട്. അതിനുശേഷം 991 വരും. ദെൻ 992 വരും. ദെൻ 993, 994, 995, then 996, 997, 998, 999, then അത് കഴിഞ്ഞാൽ യെസ് 1000. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ 15 നമ്പേഴ്സ് അല്ലെങ്കിൽ 15 എന്താ എഴുതേണ്ടത്? ചെസ് നമ്പേഴ്സ് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, മീ ടു. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ റാബിറ്റ് ഓടി വന്നിട്ട് പറയാണ് ഞാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ചെസ് നമ്പർ കൊടുക്കുന്ന ആളാരാണ്? മങ്കിയാണ്. അപ്പോൾ മങ്കി പറയാണ് യുവർ നമ്പർ ഈസ് 1001. എന്താണ് നിൻ്റെ നമ്പർ എന്ന് പറയുന്നത്? 1000 വരെ കഴിഞ്ഞു. ഇനി അടുത്ത ആൾക്ക് അടുത്ത നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1001 നിൻ്റെ നമ്പർ. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജമ്പ് ലിസ്റ്റ്. പക്ഷേ നിൻ്റെ പേരെന്താണ്? ലോങ് ജമ്പിൻ്റെ ലിസ്റ്റിലൊന്നും നിൻ്റെ പേര് ഇല്ല. 1000 and 1 ടുഗെദർ മേക്ക് 1001. അപ്പോൾ എന്താണ്? 1000ഉം 1ഉം കൂടെ ചേരുമ്പോഴാണ് 1001 എന്ന നമ്പർ ഉണ്ടാകുന്നത്. ഊപ്സ്, നൗ ദ നമ്പേഴ്സ് ആർ ജംബിൾഡ്. എന്താണ്ടത്? ആ സമയത്താണ് നമ്പറൊക്കെ താഴെ വീണ് പോയത്. അപ്പോൾ ചെസ് നമ്പറൊക്കെ ആകെ ക്രമം തെറ്റി ജംബിൾഡ് ഓർഡർ ആയിട്ട് മാറി. ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ദം ഇൻ ഓർഡർ? അപ്പോൾ നിങ്ങൾ ആ ഒരു മങ്കിയെ സഹായിക്കുമോ, ഇതൊന്ന് ഓർഡർ ആക്കാൻ വേണ്ടി സഹായിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് കറക്റ്റായിട്ട് ഓർഡർ ആക്കി കൊടുക്കാം. ഇവിടെ തന്നിട്ടുണ്ട് 1002, 1003, 1004. പിന്നെന്താണ്? 1005, 1006, 1007, 1008, 1009, 1010, 1011. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഓർഡറായിട്ട് വരേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, അനൗൺസ്മെൻ്റ് ആണ് നെക്സ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ദ ടേബിൾ ഷോസ് ദ നമ്പേഴ്സ് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഫോർ മഞ്ചാടി കളക്ഷൻ. അടുത്തതുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് മഞ്ചാടി കളക്ഷൻ പ്രോഗ്രാമാണ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇത് ഈ താഴെയുള്ളത് അനൗൺസ്മെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലിഫൻറ്റ്? അപ്പോൾ ഈ കുട്ടൻ എലിഫൻറ്റിനെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് 879 എന്നത് കൊടുത്തിട്ടുണ്ട്. 879 അതെങ്ങനെയാണ് വേർഡ്സിൽ എഴുതുക എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 904 ആണല്ലേ. അപ്പോൾ 904 എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിന് താഴെ മൂന്നാമത്തേതായിട്ടുള്ളത് 918 ആണ്. 918
നാലാമത്തേത് 906 ആണ്, 906. അതിനുശേഷം 809, ദെൻ 749. ഓക്കെ, 749. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ കൂട്ടുകാർ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഒരു ATM ആണ്. ടിറ്റു പാരറ്റ് ഹാസ് സ്പോൺസേർഡ് സം പ്രൈസസ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിന് നമ്മുടെ ടിറ്റു തത്ത കുറച്ച് സമ്മാനമൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഷീ നീഡ്സ് 760 rupees ഫോർ ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടിറ്റു പാരറ്റിന് എന്ത് വേണം? 760 rupees ആവശ്യമാണ്. The ATM in the forest has only 100 rupees note, 10 rupee notes and 1 rupee coins. അപ്പോൾ ഈ ഫോറസ്റ്റിലെ ATMൽ എന്തൊക്കെയുള്ളൂ? 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ. വാട്ട് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷീ ഹാവ് ഗോട്ട്? അങ്ങനെയാണെങ്കിൽ ഈ 760 ആവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നോട്ടുകളാണ് നമ്മുടെ ടിറ്റു പാരറ്റിന് ആവശ്യമായിട്ടുള്ളത്? ഹൗ മെനി ഓഫ് ഈച്ച്? ഓരോന്നും എത്ര എണ്ണം വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം കൂട്ടുകാരെ? നമുക്ക് എന്ത് ചെയ്യാം? 700 എടുക്കാം. ഓക്കെ, 100ൻ്റെ നോട്ട് ഉണ്ടല്ലോ, അപ്പോൾ 700s എടുക്കാം. 700 എടുക്കാം. അപ്പോൾ എത്രയായി? 700 ആയി അല്ലേ? ഇനി 60 കൂടെ ഉണ്ട്. അപ്പോൾ 60ക്ക് നമുക്ക് എന്ത് ചെയ്യാം? 6 10 rupeesഉം എടുക്കാം. ഓക്കെ, 6 10s എടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നതോ, അടുത്ത വേറൊരു മെത്തേഡ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെ നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും? നമുക്ക് 761s എടുക്കാം അല്ലേ? 761s എടുക്കാവുന്നതാണ്. അപ്പോൾ വേറെ രീതിയിലും എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ രീതി അവിടെ എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഫണ്ട് റൈസിംഗ് ആണ്. ഓക്കെ, ഫണ്ട് റൈസിങ്. എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. അപ്പോൾ എന്താണ്? അടുത്തതായിട്ട് അവർ ഫുഡ് കഴിക്കുക, കായികമേളയ്ക്ക് ഈ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിനായിട്ട് പണം ശേഖരിക്കുകയാണ്. സി ഹൗ മച്ച് ഈച്ച് ഗോട്ട്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ആദ്യത്തെ നോക്കൂ, 100ൻ്റെ 9 ആണുള്ളത്. അതുപോലെ 10 rupeesയുടെ 8 ആണുള്ളത്. അതുപോലെ 1 rupeeയുടെ 3 ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 9ൻ്റെ 100ൻ്റെ നോട്ട് 9 എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 900 ആയിരിക്കും അല്ലേ? 900 ആയിരിക്കും. അതുപോലെ തന്നെ 10ൻ്റെ 8 എടുത്തു കഴിഞ്ഞാൽ അവിടെ 80 ആയിരിക്കും. ഇവിടെ 3 തന്നെയായിരിക്കും. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കൂ, 983. ഓക്കെ, 983. അടുത്തതായിട്ട് നമ്മുടെ ആരാണ്? ഫോക്സ് ആണല്ലേ? ഫോക്സ് എടുത്തിട്ടുള്ളത് 100ൻ്റെ 7 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 700 ആയി. പിന്നെ 14 എടുത്തിട്ടുള്ളത് എന്തിൻ്റെയാണ്? 10ൻ്റെയാണ്. അപ്പോൾ 10 എണ്ണം 10ൻ്റെ നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 100 ആവും. 14 എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാവും? 140 ആവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് കൂട്ടേണ്ടത്. 700ഉം 140യും കൂടെ കൂട്ടണം. എത്രയാണ്? 840. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എത്രയാണ്? 840 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് നോക്കാം. അടുത്തതായിട്ട് 785 ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും? 100ൻ്റെ 7 എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ 700 ആയി. പിന്നെ 8 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ 8 10s എടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ 5 കോയിനും എടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്? അടുത്തത് 909 ആണ്. 909ൽ 10 എന്തെടുത്തിട്ടുണ്ട്? 10 rupee എടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ആയി അല്ലേ? അപ്പോൾ 100 ആയി. പിന്നെ ബാക്കി എത്രയാണുള്ളത്? 9 - 100 എത്രയാണ്? 809 ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ 809ൽ 8 എന്തെടുത്തിട്ടുണ്ടാവും? 10 rupeesയുടെ നോട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ബാക്കി 9 ആണുള്ളത്. അപ്പോൾ 9ൻ്റെ കോയിനും എടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കൂ. ചക്കി കൈറ്റ് കളക്റ്റഡ് 785 rupees. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ഷീ കുഡ് ഹാവ് ഗോട്ട് ദിസ്? എന്താണ്? ചക്കി കൈറ്റ്
ചക്കിപ്പരുന്ത് 785 രൂപയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് വേയിൽ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാവും കളക്ട് ചെയ്തിട്ടുണ്ടാവുക? സി ഹൗ സം ഓഫ് ഹെർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഓരോ ഫ്രണ്ട്സും ഓരോ രീതിയിലാവും ചിന്തിച്ചിട്ടുണ്ടാവുക. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എമൗണ്ട് എന്ന് പറയുന്നത് 785 ആണ്. അപ്പോൾ അതാകുന്ന രീതിയിൽ വേണം നമ്മൾ ആക്കാൻ. ഇവിടെ 700 എടുത്തിട്ടുണ്ട്. പിന്നെ എത്ര ടെൻസ് എടുത്തിട്ടുണ്ടാവും കൂട്ടുകാരെ? ഇവിടെ 8 ആണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻസിൻ്റെ അവിടെ 8 കൊടുക്കുക. വൺസ് എന്ന് പറയുന്നത് 5 കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റാബിറ്റ് ആണ്. 700s എടുത്തിട്ടുണ്ട്. 700s എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ 85 ആണ് ബാലൻസ് ഉള്ളത് അല്ലേ? അപ്പോൾ അവിടെ എത്ര വൺസ് ആവും എടുത്തിട്ടുണ്ടാവുക? 85 വൺസ് ആണ് എടുത്തിട്ടുണ്ടാവുക അല്ലേ? 85 വൺസ് എന്ന് പറയുമ്പോൾ 85 തന്നെയാണ്. ഇനി അടുത്തൊരു മെത്തേഡ് നോക്കൂ. 700 പ്ലസ് ഡാഷ് പ്ലസ് 5 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 700 പ്ലസ് 5 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 80 അല്ലേ? 80 പ്ലസ് 5 ആണ്. അപ്പോഴാണ് 785 ആവുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 600s എടുത്തിട്ടുണ്ട് അല്ലേ? 600s എന്ന് പറയുമ്പോൾ 600 ആയി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെൻസ് അവിടെ കൊടുത്തിട്ടില്ല, 5 വൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയായി കൂട്ടുകാരെ? 605 ആയി. ആകെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 785 ആണ്. അതിൽ നിന്നും ഇത് കുറക്കുക. അപ്പോൾ ബാക്കി എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്രയാണ് ബാക്കിയുള്ളത്? 785 നിന്നും നമുക്ക് 605 മൈനസ് ചെയ്യണം. അപ്പോൾ 180 ആണ് കിട്ടുന്നത്. അപ്പോൾ 180 ടെൻസ് വേണം. 180 ടെൻസ് എന്ന് പറയുന്നത് 18 ടെൻസ് ആണ്. ഓക്കെ, 18 ടെൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എത്ര വൺസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ 100സും ഇല്ല 10സും ഇല്ല. അപ്പോൾ എത്ര വൺസ് എന്ന് ചോദിച്ചാൽ ഏതാണോ നമ്പർ അത്രയും വൺസ് നമുക്ക് വേണം. അഥവാ 785 വൺസ് നമുക്ക് വേണം. അടുത്തത് 78 ഡാഷ് ആണ്, 5 ഡാഷ് ആണ്. അപ്പോൾ 78 എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 100s ആണോ അതോ 10s ആണോ 1s ആണോ? എന്താ വരുന്നത്? 78 എന്ന് പറയുന്നത് 10s ആണ്. ഓക്കെ, 78 എന്ന് പറയുന്നത് 10s ആണ്. അതുപോലെ 5 എന്ന് പറയുന്നത് 1s ആണ്. ഇനി അടുത്തത് 70 ടെൻസ് എടുത്തിട്ടുണ്ട്. 70 ടെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 70 ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ആയി അല്ലേ? പിന്നെ 85 കൂടെ വേണം. 85 എന്ന് പറയുന്നത് അവിടെ വൺസ് ആണ്. ഓക്കെ, വൺസ്. അപ്പോൾ എത്രയായി? 700 പ്ലസ് 85 എന്ന് പറയുമ്പോൾ 785 ക്ലിയർ ആയി. ഇനി അടുത്തത് 600 കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര കൂടെ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ വേണ്ടത് 785 ആണ്. അതിൽ നിന്നും 600 മൈനസ് ചെയ്യുക. എത്രയാണ്? 785 മൈനസ് 600 എന്ന് പറയുന്നത് 185 ആണ്. അപ്പോൾ ഇവിടെ കൂട്ടേണ്ടത് ഏതാണ്? 185 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കൂ. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 റുപ്പീസ് കളക്റ്റഡ് ബൈ കുഞ്ഞൻ ഔൾ. അപ്പോൾ എന്താണ്? കുഞ്ഞൻ ഔൾ കളക്ട് ചെയ്തിട്ടുള്ള പൈസയാണ് 909 എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം കൂട്ടുകാരെ? ഒന്ന് നമുക്ക് എഴുതാം വളരെ സിമ്പിളായിട്ട്. നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. 909 വൺസ് എന്ന് എഴുതാം അല്ലേ? വൺസ് ആയിട്ട് നമുക്കത് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 900s എടുക്കാം. 900s. അതുപോലെ തന്നെ 9 വൺസും എടുക്കാം. അവിടെ ടെൻസ് ഇല്ല, അപ്പോൾ 9 വൺസും എടുക്കാം. ഒരു വേ, രണ്ട് വേ, ഒന്നും കൂടെ നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 90 ടെൻസ് എടുക്കുക. പിന്നെയോ 9 വൺസും എടുക്കുക. ഇങ്ങനെയും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈറ്റിംഗ് കോണ്ടസ്റ്റ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. മല്ലൻ എലിഫൻറ്റ് ഈസ് മേക്കിംഗ് ബണ്ടിൽസ് ഓഫ് ഷുഗർ കെയിൻ ഫോർ ദ ഈറ്റിംഗ് കോണ്ടസ്റ്റ്. അപ്പോൾ ഈറ്റിംഗ് കോണ്ടസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മല്ലൻ എലിഫൻറ്റ് കരിമ്പൊക്കെ ഇങ്ങനെ കെട്ടുകളാക്കി വരികയാണ്. ഹീ ഹാസ് മെയ്ഡ് 20 ബണ്ടിൽസ്. ആകെ എത്രയാണ്? 20 ബണ്ടിൽസ് ആണുള്ളത്. 100 ഈച്ച്. ഓരോ ബണ്ടിലും 100 എണ്ണമാണ് ഉള്ളത്. ഹൗ മെനി ഷുഗർ കെയിൻ ഇൻ ഓൾ. അപ്പോൾ ആകെ മൊത്തം എത്ര ഷുഗർ കെയിൻ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കൂട്ടുകാരെ ഉണ്ടാവുക? 20 ബണ്ടിൽസ് ആണുള്ളത്. ഓരോന്നിലും 100 ആണ്. അപ്പോൾ 100 ഇൻറ്റു 20 എത്രയാണ്? 2000. അപ്പോൾ 2000 ഷുഗർ കെയിൻ ആണ് അതിൽ ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നോക്കൂ.
Jimpan giraffe, Balu bear and Dingo donkey agreed to carry the sugarcane bundles to the spot. How many bundles did each carry? അപ്പോൾ എന്താണ് ഇവിടെ ജമ്പൻ ജിറാഫും ബാലു ബെയറും അതുപോലെ തന്നെ ഡിങ്കൻ ഡോങ്കിയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും അവരിത് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജമ്പൻ ജിറാഫ് കൊണ്ടുപോയിട്ടുള്ളത് 6 ആണ്. 6 ബണ്ടിൽസ് ആണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ എത്ര ഷുഗർ കെയിൻ ഉണ്ടായിരിക്കും അതിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരെണ്ണത്തിൽ എത്രയാണുള്ളത് എന്നാ പറഞ്ഞത് നമ്മൾ 100 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 100 × 6 ആണ് ചെയ്ത് നോക്കേണ്ടത്. ഉത്തരം എന്ന് പറയുന്നത് 600 ആണ്. ഇനി നമ്മുടെ ബാലു ബെയർ കൊണ്ടുപോയത് 10 ബണ്ടിൽസ് ആണ്. അപ്പോൾ 100 × 10 എത്രയാണുള്ളത്? 100 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണല്ലേ. അപ്പോൾ 1000 ആണ് 1000 ഷുഗർ കെയിൻ ആണ് നമ്മുടെ ബേർ കൊണ്ടുപോയിട്ടുള്ളത്. ഇനി അടുത്തത് ഡോങ്കി കൊണ്ടുപോയത് അവിടെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ആകെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണുള്ളത്. ടോട്ടൽ എന്ന് പറയുന്നത് 2000 ആണുള്ളത്. അപ്പോൾ ആദ്യം ഇവർ രണ്ടും കൊണ്ടുപോയത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കരടി കൊണ്ടുപോയത് 1000 ആയിരുന്നു അല്ലേ. നമ്മുടെ ജിറാഫ് കൊണ്ടുപോയത് 600 ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക, എത്ര ഉത്തരം കിട്ടും? 1600 1600 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 1000ൽ നിന്നും 1600 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് കൂട്ടുകാരെ കിട്ടുന്നത്? 400 ആണ്. അപ്പോൾ നമ്മുടെ ഡോങ്കി കൊണ്ടുപോയിട്ടുള്ളത് 400 ആണ് ടോട്ടൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരെണ്ണത്തിൽ 100 ആണ്. അങ്ങനെ 400 ആവണമെങ്കിൽ എത്ര ബണ്ടിലായിരിക്കും? 4 ബണ്ടിലാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 2000 മാംഗോസ് വേഴ്സ് സ്റ്റോർഡ് ഫോർ ദ കോണ്ടസ്റ്റ്. എന്താണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് 2000 മാംഗോസ് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ആർ കെപ്റ്റ് ഇൻ 4 sacks. അവരൊരു 4 ചാക്കുകളിലായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈച്ച് കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് മാംഗോസ്. ഓരോന്നിനും സെയിം നമ്പർ ഓഫ് മാംഗോസ് ആണുള്ളത്. ഹൗ മെനി ഇൻ ഈച്ച്? അപ്പോൾ 2000 ആണ് ആകെയുള്ളത്. ഓക്കെ, 2000 ആണ് ആകെയുള്ളത്. അതിനെന്ത് ചെയ്തു? 4 ആക്കിയിട്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തു. തുല്യം 2000ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. അപ്പോൾ 1000 ആകുമ്പോൾ അതിൻ്റെയും പകുതി നോക്കണം. ഇതെന്ന് പറയുന്നത് 2 ചാക്കിലാക്കാനുള്ളതേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി 1000ൻ്റെ പകുതി എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 500 ആകുമ്പോൾ 4 ചാക്കിൽ ആക്കാൻ വേണ്ടി പറ്റും. അഥവാ ഇവിടെ 500 ആക്കും, അത് കഴിഞ്ഞാൽ ഇവിടെ 500 ആക്കും. അപ്പോൾ എത്രയായി? 1000 ആയി. ഇവിടെ 500 ആക്കും, അപ്പോൾ 1500 ആയി. വീണ്ടും 500 ആക്കും, 2000 ആയി. അപ്പോൾ 500 വീതമാണ് അവർ ആക്കിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് വാട്ടർ ഡ്രിങ്കിങ് കോണ്ടസ്റ്റ് ആണ്. ദോസ് ഹു ഹാവ് ഗിവൺ ദെയർ നെയിംസ് ഫോർ ദ വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ പ്ലീസ് റിപ്പോർട്ട് അറ്റ് വൺസ്. എന്താണ്? വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷന് ആരൊക്കെയാണോ പേര് നൽകിയവർ അവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ 50, 20, 10 ഇതുമാണ് ഉള്ളത്. അഥവാ ദർ ആർ barrels contains 30 liters, 20 liters and 10 liters. എന്താണ്? 50 ലിറ്റർ, 20 ലിറ്റർ, അതുപോലെ തന്നെ 10 ലിറ്റർ. ഓക്കെ, അവിടെ 30 മിസ്റ്റേക്കിൽ വന്നതായിരിക്കും. അപ്പോൾ അത് 50 ആണ്. ഓക്കെ, 50ൻ്റെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ പാത്രങ്ങളാണ്. ഇത്രയുള്ള പാത്രങ്ങളാണ് ഉള്ളത്. ദ വൺ ഹു ഡ്രിങ്ക്സ് ദ മോസ്റ്റ് ഈസ് ദ വിന്നർ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാണോ കുടിക്കുന്നത് അവരാണ് വിന്നറായിട്ട് ഉള്ളത്. ഓക്കെ, കട ഇവിടെ 50 ലിറ്റേഴ്സ് ആണ്, അവിടെ മിസ്റ്റേക്കിൽ വന്നതായിരിക്കും. സി ഹൗ മച്ച് ഈച്ച് ഹാസ് ഡ്രങ്ക്. അപ്പോൾ ഓരോരുത്തരും എത്ര വെള്ളമാണ് കുടിച്ചത് എന്നതാണ് നമ്മൾ ഈ ഒരു പട്ടികയിൽ, ഈ ഒരു ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ആരാണ് ജയിച്ചത് എന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. ഓക്കെ, താഴെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തർ കുടിച്ചത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജിംബൻ ജിറാഫ് ആണ്. ജിംബൻ ജിറാഫ് കുടിച്ചിട്ടുള്ളത് 50 ലിറ്ററിൻ്റെ 1, 20 ലിറ്ററിൻ്റെ 3, 10 ലിറ്ററിൻ്റെ 1 ആണ്. അപ്പോൾ 50 ലിറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 ആണ്. ഓക്കെ, 50. പിന്നെ 20 ലിറ്ററിൻ്റെ 3. അപ്പോൾ ഒരു 20 ലിറ്റർ കുടിച്ച് അടുത്ത 20 ലിറ്റർ ആയപ്പോൾ 40 ആയി, അടുത്ത 20 ലിറ്റർ ആയപ്പോൾ 60 ആയി. അപ്പോൾ 50 + 60
പിന്നെ 10 ലിറ്ററിൻ്റെ 1. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. എത്രയാണ് കൂട്ടുകാരെ? 50ഉം 60ഉം കൂടെ എത്രയായി? 110. 110ഉം 10ഉം 120. അപ്പോൾ ആകെ ജമ്പൻ ജിറാഫ് കുടിച്ചത് 120 ആണ്. ഇനി അടുത്തത് കൊമ്പൻ എലിഫൻറ്റ് കുടിച്ചത് 50 ലിറ്ററിൻ്റെ 3 എണ്ണമാണ്. 50 ലിറ്ററിൻ്റെ 3 എന്ന് പറയുമ്പോൾ 150 ആയി. ഇനി അടുത്തത് നോക്കൂ, 20 ലിറ്ററിൻ്റെ 4 എണ്ണമാണ് കുടിച്ചത്. 20 ലിറ്ററിൻ്റെ 4 എന്ന് പറയുമ്പോൾ 80 ആയി. ഓക്കെ, 10 ലിറ്ററിൻ്റെ 2 എണ്ണം, അപ്പോൾ അവിടെ 20 ആയി. ഇനി 150ഉം 80ഉം കൂടെ കൂട്ടി നോക്കൂ. എത്രയാണ്? 150ഉം 80ഉം എത്രയാണ് കൂട്ടുകാരെ? കൂട്ടി നോക്ക്. 150ഉം 80ഉം കൂടെ കൂട്ടുമ്പോൾ 230 ആയി. 230ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 250 ആയി. അപ്പോൾ നമ്മുടെ കൊമ്പൻ എലിഫൻറ്റ് കുടിച്ചിട്ടുള്ളത് 250 ആണ്. അടുത്തതായിട്ട് ചിൻറ്റു ബെയറാണ്. ചിൻറ്റു ബെയർ 20 ലിറ്ററിൻ്റെ 2 എണ്ണമാണ് കുടിച്ചിട്ടുള്ളത്. 20 ലിറ്ററിൻ്റെ 2 എണ്ണം കുടിക്കുമ്പോൾ 40 ആയി. അതുപോലെ തന്നെ 10ൻ്റെ 2 എണ്ണം കുടിക്കുമ്പോൾ 20 ആയി. 40ഉം 20ഉം 60 ലിറ്ററാണ് കുടിച്ചിട്ടുള്ളത്. ഇനി കുട്ടൻ കേമലാണ്. കുട്ടൻ കേമൽ 20 ലിറ്ററിൻ്റെ 5 എണ്ണമാണ് കുടിച്ചത്. 20 ലിറ്ററിൻ്റെ 5 എന്ന് പറയുമ്പോൾ എത്രയായി? 100 ആയി അല്ലേ? 100 ആയി. 10 ലിറ്ററിൻ്റെ 10 എണ്ണം കുടിക്കുമ്പോൾ വീണ്ടും 100 ആയി. അപ്പോൾ 100 + 100 എന്ന് പറയുന്നത് 200 ആയി. ഇനി അടുത്തത് മല്ലൻ ടൈഗർ ആണ്. മല്ലൻ ടൈഗർ ആകെ കുടിച്ചിട്ടുള്ളത് 80 ആണ്. ഇനി അത് ഓരോന്നും എത്രയാണെന്ന് എഴുതണം. 80 കിട്ടണമെങ്കിൽ എങ്ങനെ കുടിച്ചിട്ടുണ്ടാവണം? 80 കിട്ടണമെങ്കിൽ 50ൻ്റെ 1 ലിറ്റർ കുടിച്ചിട്ടുണ്ടാവണം അല്ലേ? 50ൻ്റെ 1 ലിറ്റർ കുടിക്കാം. അതുപോലെ തന്നെ 20ൻ്റെ 1 ലിറ്റർ കുടിക്കാം. അപ്പോൾ എത്രയായി? 50ഉം 20ഉം 70 ആയി. 10 ലിറ്ററിൻ്റെ 1 കുടിക്കാം. അപ്പോൾ 70ഉം 10ഉം 80 ആയി. ഇനി അടുത്തത് ജില്ലു ബൈസൺ ആണ്. 100 ആണ് ആകെ വേണ്ടത്. അപ്പോൾ ഏതൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും കൂട്ടുകാരെ? 50 ലിറ്ററിൻ്റെ 1 കുടിക്കാം, അല്ലെങ്കിൽ 50 ലിറ്ററിൻ്റെ 2 എണ്ണം കുടിക്കാം. വേറെ ഒന്നും കുടിക്കണ്ട. അപ്പോൾ 100 ആയി. ഇനി അടുത്തത് ഹൂ വോൺ, ആരാണ് ഇവിടെ ജയിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ ഇവിടെ ജയിച്ചത്? ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കണം. ആരാണ് ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ളത്? കൊമ്പൻ എലിഫൻ്റ് ആണല്ലേ. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് കൊമ്പൻ എലിഫൻ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. കൊമ്പൻ എലിഫൻ്റ്. ഓക്കെ, തിങ്ക് ഓഫ് 50 liter barrels of water. How many 20 liters barrels contain in the same amount of water? അഥവാ 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം നമുക്കവിടെ 20 ലിറ്ററിൻ്റെ എത്ര പ്രാവശ്യം കുടിക്കേണ്ടിയാവും? 50 ലിറ്ററിൻ്റെ 2 പ്രാവശ്യം കുടിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 + 50 എന്ന് പറയുന്നത് 100 ആയി അല്ലേ? 100 ആയി. 100 ആവണമെങ്കിൽ 20ൻ്റെ എത്ര പ്രാവശ്യം കുടിക്കണം കൂട്ടുകാരെ? 5 പ്രാവശ്യം കുടിക്കണം അല്ലേ? 5 പ്രാവശ്യം കുടിക്കുമ്പോൾ മാത്രമേ അവിടെ എന്താവുള്ളൂ? 100 ആവുള്ളൂ. ഇനി അടുത്തത് ആൻഡ് ഹൗ മെനി 10 ലിറ്റർ ബാരിയേഴ്സ്. 10 ലിറ്ററിൻ്റെ പാത്രത്തിലെ വെള്ളമായാലോ? അപ്പോൾ അത് എത്ര പ്രാവശ്യം കുടിക്കണം? 10 പ്രാവശ്യം കുടിക്കണം. ഇനി ഡോണ്ട് യു നോ ദാറ്റ് വി വോണ്ട് ഹാവ് ഇനഫ് വാട്ടർ ഡ്യൂറിങ് സമ്മർ. എന്താണ്? വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് നമുക്ക് അറിയാം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് വാട്ടർ. നമുക്കുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. വെള്ളം നമ്മൾ അനാവശ്യമായിട്ട് നാശാക്കരുത് എന്നാണ് പറയുന്നത്. റൈറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ഹാസ് ഡ്രങ്ക് ഇൻ ദ അസെൻഡിങ് ഓർഡർ. ഇവിടെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ ഓരോരുത്തരും കുടിച്ച വെള്ളം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കുറച്ച് വെള്ളം കുടിച്ചിട്ടുള്ളത് ആരാണ്? നമ്മുടെ ജിൻറ്റു ബെയർ ആണ്. 60 ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ 60 എഴുതി കൊടുക്കുക. അതിന് തൊട്ട് മുകളിലായിട്ടുള്ളത് 80 ആണ്. 80 എഴുതി കൊടുക്കുക. അതിന് മുകളിലായിട്ടുള്ളത് 100 ആണ്. അതിന് മുകളിലായിട്ടുള്ളത് 200 ആണ്. ദെൻ വരുന്നത് 200 ഇവിടെ 120 ഉണ്ട് കേട്ടോ. 120 ദെൻ 200 250. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഗിഫ്റ്റ് കൂപ്പൺസ് ആണ്. Kangaroo Sports gave a gift coupon worth 900 rupees to each of the contestants in the ഫസ്റ്റ് 3 പൊസിഷൻസ്. അപ്പോൾ ആദ്യത്തെ 3 സ്ഥാനം കിട്ടിയവർക്ക് 900 രൂപ വിലയുള്ള സമ്മാന കൂപ്പണുകളാണ് നൽകുന്നത്. ആരാണ്? കങ്കാരു സ്പോർട്സ് ആണ് നൽകുന്നത്. ഈച്ച് കുഡ് ചൂസ് 3 items. വിച്ച് ഐറ്റം വുഡ് ദേ ഹാവ് ചൂസൺ. അപ്പോൾ ഇവർക്ക് 3 ഐറ്റംസ് തിരഞ്ഞെടുക്കാം. പക്ഷെ എന്താണ്? 900 ആണ് അതിൽ ആവാൻ വേണ്ടി പാടുള്ളൂ. ഇവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ക്രിക്കറ്റ് ബാറ്റ്, ബാഡ്മിൻ്റൺ ബാറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ കോക്ക്, നെറ്റ്, വോളിബോൾ, ഷൂസ്, ജേഴ്സി, ഗ്ലൗസ്, ചെസ് ബോർഡ്, ക്രിക്കറ്റ് ബോൾ, ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ ഇതിലെ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് 900 ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് ടൈഗറിനാണുള്ളത്.
അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വേണം നമുക്ക് ടൈഗറിനാവാം അല്ലേ. അപ്പോൾ ടൈഗറിന് നമുക്ക് ആദ്യം എന്ത് വാങ്ങിക്കാം, ഒരു ഷട്ടിൽ ബാറ്റ് വാങ്ങിക്കാം. ഓക്കെ, ഷട്ടിൽ ബാറ്റിന് എത്രയാണ് കൂട്ടുകാരെ? സോറി, ഷട്ടിൽ ബാറ്റാണ് കേട്ടോ. ഷട്ടിൽ ബാറ്റിന് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ബാഡ്മിൻ്റൺ ബാറ്റാണ് 300 രൂപ അല്ലേ. അപ്പോൾ 300 രൂപ ആകെ വേണ്ടത് നമുക്കറിയാം എത്രയാണ്, 900 ആണല്ലേ, 900 ആണ്. അപ്പോൾ ഒരു ബാഡ്മിൻ്റൺ ബാറ്റ് വാങ്ങിച്ചു. പിന്നെ നമുക്ക് എന്ത് വാങ്ങിക്കാം? പിന്നെ നമുക്ക് ഒരു നെറ്റ് വാങ്ങിക്കാം അല്ലേ. ഒരു നെറ്റിന് എത്രയാണ്? 400 ആണ്. അതുപോലെ തന്നെ ഒരു ജേഴ്സി വാങ്ങിക്കാം. ജേഴ്സിക്ക് എത്രയാണ്? ജേഴ്സിക്ക് 200 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് നോക്കൂ കൂട്ടുകാരെ. എത്രയാണ്? 4ഉം 3ഉം 7 പ്ലസ് 2 9. അപ്പോൾ 900 ആയി. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം എന്തൊക്കെയാണെന്ന്. ഒന്ന് ബാഡ്മിൻ്റൺ ബാറ്റ് 300. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ് 400. ദെൻ ജേഴ്സി 200. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ആരാണ്? നമ്മുടെ കാക്കയാണല്ലേ. അപ്പോൾ കാക്ക എന്തൊക്കെ വാങ്ങിക്കും? കാക്കക്ക് നമുക്ക് ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുക്കാം. ഷൂസിന് എത്രയാണ്? 600 ആണ്. 600 ആണ്. അതുപോലെ തന്നെ ഒരു ജേഴ്സി വാങ്ങിക്കാം 200-ന്. അതേപോലെ തന്നെ നമുക്ക് ഒരു ചെസ് ബോർഡും കൂടെ വാങ്ങിച്ചു കൊടുക്കാം 100. നോക്കൂ ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. 6ഉം 2ഉം 8 പ്ലസ് 1 9. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ വാങ്ങിച്ചത് ഒരു ഷൂസ് ആണല്ലേ. അപ്പോൾ ഇവിടെ ഷൂസ് 600. അതുപോലെ തന്നെ ജേഴ്സി 200. ചെസ് ബോർഡ് 100. ഇനി അടുത്തതായിട്ടുള്ളത് ആരാണ്? നമ്മുടെ വെയിലാണല്ലോ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും ഒരു 900 ആക്കണം. അത് ആക്കാൻ നമുക്ക് ആദ്യം ഒരു എന്ത് വാങ്ങിക്കാം? ഒരു ബാഡ്മിൻ്റൺ ബാറ്റ് തന്നെ വീണ്ടും വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ എത്രയായി? 300 ആയി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷട്ടിൽ കോക്ക് വാങ്ങിക്കാം. ഓക്കെ, കോക്കിന് എത്രയാണ്? 250 ആണ്. ഇനി ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് വാങ്ങിക്കാം? ഒരു വോളിബോളും വാങ്ങിക്കാം. 350യുടെ വോളിബോളും വാങ്ങിക്കാം. 1 ബാലൻസ് 4ഉം 2ഉം 6ഉം 3ഉം 900. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതി കൊടുക്കാം? ആദ്യം നമ്മൾ വാങ്ങിച്ചത് ബാഡ്മിൻ്റൺ ബാറ്റാണ്. ബാറ്റ് 300. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ഷട്ടിൽ കോക്കാണ്. ഷട്ടിൽ കോക്ക് 250. ദെൻ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു 350യുടെ വോളിബോളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 900 ആവുന്നതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കൂ, ചിൽഡ്രൻസ് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മിറ്റു റാബിറ്റ് ഈസ് പ്രിപ്പയറിങ് ചെസ് നമ്പേഴ്സ് ഫോർ ദ ചിൽഡ്രൻസ് കണ്ടസ്റ്റൻസ്. അപ്പോൾ കുട്ടികൾക്കുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിട്ടുമുയൽ എന്ത് ചെയ്യാണ്? ചെസ് നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ്. ചെസ് നമ്പേഴ്സ് ഫ്രം 10 to 20 ആർ മെയ്ഡ് ഫോർ ദ 10 meter റേസ്. ഹൗ മെനി കാർഡ്സ് ആർ? അപ്പോൾ 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പറുകൾ ഉണ്ടാക്കുകയാണ് 100 മീറ്റർ റേസിന് വേണ്ടിയിട്ട്. എത്ര നമ്പർ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 കൂടിയിട്ടാണ് 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എത്രയാണ്? 11 നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കൂട്ടുകാർ വിചാരിക്കും 10 മുതൽ 20 വരെയുള്ള 10 നമ്പേഴ്സ് അല്ലേ ഉള്ളത് എന്നുള്ളത്. ഇവിടെ 10ഉം കൂടുന്നുണ്ട് 20ഉം കൂടുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 11 മുതൽ 20 വരെയാണെങ്കിൽ 10 നമ്പേഴ്സ് ആയിരുന്നു. പക്ഷെ 10ഉം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് 11 നമ്പർ വരുന്നത്. നമ്പേഴ്സ് ഫ്രം 30 to 50 ആർ മെയ്ഡ് ഫോർ സ്വിമ്മിംഗ് കോൺടെസ്റ്റ്. ഹൗ മെനി ആർ ഗിവൺ ദ കാർഡ്സ്?
അപ്പോൾ 30 മുതൽ 50 വരെ എത്ര കാർഡ്സ് ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? 21 കാർഡ്സ് ആയിരിക്കും. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്, പക്ഷേ 30 കൂടെ കൂടുന്നത് കൊണ്ട് 21 കാർഡുകൾ ഉണ്ടായിരിക്കും. നമ്പേഴ്സ് ഫ്രം 60 to 100 ആർ ദ ഗൂസ്ബെറി ഗ്യാതറിംഗ്. എന്താണ് അടുത്തതായിട്ട്? ഗൂസ്ബെറി ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് 60 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ആണ് എഴുതുന്നത്. ഹൗ മെനി കാർഡ്സ് ആർ നീഡ് ഫോർ ദീസ് ഇവൻറ്റ്സ്? അപ്പോൾ എത്ര കാർഡ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 60 to 40 വരെ എന്ന് പറയുന്നത് എത്രയാണ് ഡിഫറൻസ്? നമ്മൾ എങ്ങനെ കാണുന്നത്? 100 - 60 എന്ന് പറയുന്നത് 40 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 41 എന്ന് വരും. ഇതേപോലെ തന്നെയാണ് നേരത്തെ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. എന്ത്? 50 - 30 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. പ്ലസ് 1 കൂടെ കൂട്ടുക, അപ്പോൾ 21 എന്ന് കിട്ടും. അതുപോലെ തന്നെ 20 - 10 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് 1 കൂടെ കൂട്ടുക, അപ്പോൾ 11 എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഈ ആൻസർ ഫൗണ്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ആകെ എത്ര രണ്ടക്ക സംഖ്യകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രണ്ടക്ക സംഖ്യകൾ അതിലുണ്ടായിരിക്കും കൂട്ടുകാരെ? എത്ര ഉണ്ടായിരിക്കും? 90 ഉണ്ടായിരിക്കും. 90. ഇനി ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 200? 100 മുതൽ 200 വരെയുള്ള എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 100 മുതൽ 200 വരെയാണ്. അപ്പോൾ എത്രയാണ്? നമുക്കറിയാം 100 ആണ് വ്യത്യാസം, പക്ഷേ 100 കൂടെ കൂട്ടുന്നത് കൊണ്ട് എത്രയായിരിക്കും? 1 കൂടെ കൂട്ടുക. ഉത്തരം എന്ന് പറയുന്നത് 101 ആണ്, 101 ആണ്. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ആകെ 3 അക്ക സംഖ്യകൾ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയായിരിക്കും? 900 ആയിരിക്കും. ഇനി ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 to 100? 1 മുതൽ 100 വരെയുള്ളതിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഓഡ് നമ്പേഴ്സ് ആണ്? പകുതി ഓഡ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, 50 ഈവൺ നമ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കാർഡ് ഗെയിംസ് ആണ്. മീ ടു ഫോർ ദ നമ്പർ കാർഡ് ഗെയിം. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ മാനു വന്നിട്ട് പറയാണ് സംഖ്യാ കാർഡ് കളിക്ക് ഞാനും ഉണ്ടെന്ന് പറയാണ്. ഈച്ച് പ്ലെയേഴ്സ് ഈസ് ഗിവൺ 4 കാർഡ്സ്. അപ്പോൾ ഓരോ പ്ലെയേഴ്സിനും ഓരോരുത്തർക്കും 4 കാർഡ് വീതം കൊടുത്തു. ദ വിന്നർ ഈസ് ദ വൺ ഹൂ മേക്സ് ദ മോസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ ആരാണോ സംഖ്യകൾ ഉണ്ടാക്കുന്നത് അവരാണ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ കാർഡ്സ് മണിയൻ ആൻഡ് കോഡ്. അപ്പോൾ മണിയൻ ഉറുമ്പിന് കിട്ടിയ കാർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കണം? ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കണം. കാർഡ്സ് മണിയൻ ആൻഡ് ഗോട്ട്. അപ്പോൾ മണിയൻ ഉറുമ്പിന് കിട്ടിയ കാർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 9, 3, 2, 5 ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വാട്ട് വുഡ് ബി ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹി മെയ്ഡ്? അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എന്താ ഉണ്ടാക്കേണ്ടത്? 3 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് വരുന്നത് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം ഏതെടുക്കാം? 9 എടുക്കാം. 9 വെച്ചുകൊണ്ട് ഏതൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? 9, 2, 3 അഥവാ 923, 925, 932, 935, then 952, 953. ഇത്രയും നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നമുക്ക് 9നേക്കാൾ അടുത്ത് ചെറുതായിട്ടുള്ള 5 എടുക്കാം. അപ്പോൾ 523, 529, 532, 539, then 592, 593. ഇത്രയും നമ്പേഴ്സ് നമുക്ക് 5 വെച്ചുകൊണ്ട് ഉണ്ടാക്കാം. ഇനി അടുത്തത് നമുക്ക് 3 എടുക്കാം. 325, 329, 352, 359, 392, 395. ഇതൊക്കെ നമുക്ക് 3 വെച്ചുകൊണ്ട് ഉണ്ടാക്കാം. ഇനി അടുത്ത 2 എടുക്കാം. 235, 239, 253, 259, 293, 295. ഇതും നമുക്ക് ഉണ്ടാക്കാം. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ ഇത് വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിഗ്ഗസ്റ്റ് നമ്പർ ആയിട്ടുള്ളത് ഏതാണ്? ഇതിലെ ബിഗ് നമ്പർ 9 ആണ്. അപ്പോൾ 9 അതിനേക്കാൾ ചെറുത് 5 ആണ്, അതിനേക്കാൾ ചെറുത് 3 ആണ്. അപ്പോൾ 953 ആണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതിലെ സ്മോളസ്റ്റ് നമ്പർ ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്. പിന്നെ 3 എഴുതുക, പിന്നെ 5 എഴുതുക. അപ്പോൾ 300
235 ആണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഡ്രോ ദ ബേർഡ്സ് ഇൻ ദ അബാക്കസ് ടു ഷോ സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഈ സ്മോളസ്റ്റ് നമ്പർ ആയിട്ടുള്ള 235 ഇതിലൊന്ന് ഷോ ചെയ്യണം. അപ്പോൾ 100ൽ എത്രയാണുള്ളത്? 2 ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കവിടെ 2 വരച്ചു കൊടുക്കാം. 1 2 2 വരച്ചു കൊടുക്കാം. ഇനി 10ലുള്ളത് എത്രയാണ്? 3 ആണുള്ളത്. 1 2 3. ഇനി 5 എന്ന് പറയുന്നത് വൺസ് ആണ്. അപ്പോൾ ഇവിടെ 5ൻ്റെ അവിടെ വരച്ചു കൊടുക്കുക. 1 2 3 4 5. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നെക്സ്റ്റ് വണ്, അടുത്തതായിട്ട് വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 1 + 2 2 + 3 5 + 6 6 + 7 എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 1 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ. 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. 5 + 6 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഇത് വരുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. The next one, what is the peculiarity of the sum of 2 odd numbers? 2 odd നമ്പേഴ്സിൻ്റെ ഇത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 + 3 എത്രയാണ്? 4 ആണ്. അതുപോലെ തന്നെ 5 + 7 എത്രയാണ്? 5 + 7 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇത് വരുന്നത് എന്താണ്? ഈവൺ നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് അബൌട്ട് ദ സം ഓഫ് ദ 2 ഈവൺ നമ്പേഴ്സ്? 2 ഈവൺ നമ്പേഴ്സ് എടുത്ത് നോക്കൂ. 2 + 4 എത്രയാണ്? 6 ആണല്ലേ. അതുപോലെ തന്നെ 10 + 12 എത്രയാണ്? 22 ആണ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്താണ്? ഈവൺ നമ്പർ ആയിട്ടാണ് വരുന്നത്. ഈവൺ നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൺ നമ്പേഴ്സിൻ്റെയും സം എന്ന് പറയുന്നത് ഈവൺ നമ്പർ തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് ഡസ് 6 60 ആൻഡ് 600 മേക്ക്? എത്രയാണ്? 600ഉം 60യും 6ഉം കൂടെ വരുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 666 ആണ്. ഓക്കെ, 666. ഓക്കെ, നെക്സ്റ്റ് വൺ, 800 ആഡഡ് ടുഗെദർ ഈസ് ഈക്വൽ ടു ഹൗ മെനി ടെൻസ് ആഡഡ് ടുഗെദർ? എന്താ ചോദിച്ചിട്ടുള്ളത്? അത് 8 ഹൺഡ്രഡ്സ് ചേർന്ന് കഴിഞ്ഞാൽ അത് എത്ര ടെൻസിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8 ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 800 ആണല്ലേ. 800 എന്ന് പറയുന്നത് എത്ര ടെൻസിന് തുല്യമാണ്? 80 ടെൻസിന് തുല്യമാണ്. 80 ടെൻസ് എന്ന് പറയുന്നത് 800 ആണ്. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ദ നമ്പർ ഫോംഡ് ബൈ 7 hundreds, 6 tens and 5 ones was written is 675. What is the correct number? How many tens should be added to 675 to get the correct answer? അഥവാ 7 ഹൺഡ്രഡ്സും 6 ടെൻസും 5 വൺസും കൂടെ ചേരുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? 675 ആയിട്ട് മാറും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 675ൻ്റെ കൂടെ എത്ര 10കൾ ചേർന്നാലാണ് ഇത് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കൂട്ടുകാരെ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? 700 അല്ലേ. 700ഉം അതുപോലെ തന്നെ 6 ടെൻസ് എന്ന് പറയുന്നത് 60 ആണ്. 5 വൺസും എത്രയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 765 ആണ്. അപ്പോൾ 765ഉം 675ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇതേ മൈനസ് 675 എത്രയാണ് വ്യത്യാസം എന്ന് പറയുന്നത്? 90 ആണ്. അപ്പോൾ എത്ര കൂടെ കൂട്ടണം? 90 കൂടെ കൂട്ടുമ്പോഴാണ് ശരിയായിട്ടുള്ള ഉത്തരം ആവുന്നത്. If one bird in the place of 100 is shifted to the place of 10. ഇവിടെ ഈ 100ൻ്റെ സ്ഥാനത്തുള്ള 1 ഇത് ഇങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും കൂടെ കൂടും. ദെൻ ഹൗ മച്ച് വുഡ് ദ നമ്പർ ഡിഗ്രീസ്? അപ്പോൾ എത്ര സംഖ്യയാണ് അവിടെ കുറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സംഖ്യ എത്രയായിരിക്കും? ഇവിടെ നോക്ക്, 1 2 3 4 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 4. ഇവിടെ 10ൻ്റെ സ്ഥാനത്ത് 2, ഇവിടെ 3. അപ്പോൾ 423 ആണുള്ളത്. ഇനി മാറ്റി കഴിഞ്ഞപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 3 ആയിട്ട് മാറി, 10ൻ്റെ സ്ഥാനത്ത് 2 എന്നുള്ളിടത്ത് 3 ആയിട്ട് മാറി, 1ൻ്റെ സ്ഥാനത്തും 3 ആയിട്ട് മാറി. അപ്പോൾ 333 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
ഇനി ഇഫ് എ ബേർഡ് ഫ്രം 100th പ്ലേസ് ഈസ് ഷിഫ്റ്റഡ് ടു 1 പ്ലേസ് ഹൗ മച്ച് വുഡ് ദ നമ്പർ ഡിക്രീസ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 423 മൈനസ് 333 ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 99 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 99 ആണ്. നെക്സ്റ്റ് വൺ, യൂസിങ് ഓൺലി ദ നമ്പേഴ്സ് ഓഫ് ബേർഡ്സ് നൗ ഇൻ ദ അബാക്കസ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഈ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സംഖ്യയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കൂട്ടുകാരെ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 432 ആണ് ബിഗ്ഗസ്റ്റ് നമ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ ചെറുത് 234 ആണ് സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. 596, 597, 598. ഇവിടെ എന്താണ് 6, അതുപോലെ തന്നെ 7, 8. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 599 ആണല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 600 വരും, കാരണം അവിടെ 1 വീതം കൂടി വരികയാണ് ചെയ്യുന്നത്. അടുത്തത് 102, 112, 122. അവിടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 132 ആയിരിക്കും. അത് കഴിഞ്ഞാൽ 142 ആണ്, അവിടെ 10 ആണ് കൂടി വരുന്നത്. ഇനി 123, 234, 445. അത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും കൂട്ടുകാരെ? അടുത്തതെന്ന് പറയുന്നത് 456, അതുപോലെ തന്നെ 567 ആണ്. ഇനി അടുത്തത് 986, 886, 786. അവിടെ എന്താണ് കുറഞ്ഞു വരികയാണ്, ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അല്ലേ. 100 വീതമാണ് കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 686, 586 എന്നിങ്ങനെ ആയിരിക്കും. അടുത്തത് 900, 819, 818. അവിടെയും കുറയുന്നത് 10 വെച്ചിട്ടാണ്. അപ്പോൾ 870 ആണ് അടുത്തതായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ 860 വരും. ഇതേപോലെയുള്ള ഒരു പാറ്റേൺ നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം 200, 400, then 600, 800. ഇവിടെ എത്രയാണ് ഡിഫറൻസ് കൂട്ടുകാരെ? 200 ആണ് ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്നുള്ളതാണ്. അവിടെ 789 വരുന്നത് ഓരോ എങ്ങനെയൊക്കെ വരും എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. അവിടെ 1 കൊടുത്തിട്ടുണ്ട്, 78 ടെൻസും 9 വൺസും ആണ്. അതുപോലെ 789 വൺസ് ആണെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 700s, അതുപോലെ തന്നെ 8 10s, 9 വൺസ് ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 700s, 89 വൺസ് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 4th ചാപ്റ്റർ ലെറ്റ്സ് ജോയിൻ ടുഗെദർ എന്നുള്ളതാണ്. കുറച്ച് വലിയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ആ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കാണാൻ. നിങ്ങളുടെ ഇംഗ്ലീഷ്, EVS, അതുപോലെ തന്നെ മലയാളം എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.